ശശി തരൂരിന്റെയും ആനന്ദ് ശർമ്മയുടെയും നീക്കങ്ങളെ നിരീക്ഷിച്ച് കോൺഗ്രസ്. പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായതിനു ശേഷം രണ്ടുപേരും കേന്ദ്ര സർക്കാരുമായി കൂടുതൽ അടുത്തുവെന്നാണ് വിലയിരുത്തൽ. വിവാദങ്ങളോട് തരൂർ തുടരുന്ന മൗനത്തിലും നേതൃത്വത്തിന് സംശയമുണ്ട്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വെരി ഗുഡ് മോർണിംഗ്. ഈ ശശി തരൂരിന്റെ മൽമേങ് ക്യാഹെ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർത്തിരുന്നത്. ഈ ശശി തരൂർ എന്നും മനസ്സ് തുറക്കും. ആനന്ദ് ശർമ്മയും ശശി തരൂരിനെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഹൈക്കമാൻഡ്. എന്താണ് ഡൽഹിയിൽ പറഞ്ഞു കേൾക്കുന്നത് നോബൽ? ഈ അടുപ്പം വല്ലാത്തൊരടുപ്പമാണോ? അടുപ്പമായി കഴിഞ്ഞിട്ടുണ്ടോ പിരിക്കാനാവാത്ത വിധം? അരുൺ, ശശി തരൂർ, ആനന്ദ് ശർമ്മ തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ BJP-യുമായും ഒപ്പം കേന്ദ്ര സർക്കാരുമായി വല്ലാത്തൊരു അടുപ്പത്തിലേക്ക് പോയി എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഒരു കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നടത്തിയ പ്രസ്താവനകളെയൊക്കെ പാർട്ടി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് തരൂർ അടങ്ങുന്ന പ്രതിനിധി സംഘം ഇന്നലെയാണ് മടങ്ങിയെത്തിയത്. തരൂർ വന്നതിന് ശേഷവും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നു. കോൺഗ്രസ് എടുത്ത നിലപാടുകൾക്ക് വിഭിന്നമായ നിലപാടുകൾ അത്തരത്തിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നിലവിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ പിണക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചോ ഒന്നും പ്രതികരിക്കാതെ ഒരു മൗനം തുടരുകയും ചെയ്യുന്നു. തരൂർ വ്യക്തമാക്കുന്നത്, തരൂരുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് തരൂരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ്. പക്ഷേ ആ പ്രതികരണത്തിലും കോൺഗ്രസിന് വലിയ തരത്തിൽ സംശയങ്ങൾ ഉണ്ട്. കാരണം രൂക്ഷമായ ഭാഷയിലാണ് തരൂർ പ്രതികരിക്കുന്നതെങ്കിൽ അത് പാർട്ടിക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തലും. നേരത്തെ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ച് അതിനുശേഷം അതിൻ്റെ പ്രതിനിധി സംഘം പ്രഖ്യാപിക്കുന്ന ഘട്ടം മുതൽ തന്നെ, അതിന് മുൻപേ തന്നെ തരൂർ എന്താണെങ്കിലും കോൺഗ്രസ് ലൈനിൽ നിന്ന് പുറത്തുപോയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ സംസാരം കൂടുതൽ ശക്തമായി തന്നെ പാർട്ടി നിലപാടുകൾക്ക് എതിരായിരുന്നു എന്നും പ്രധാനപ്പെട്ടത്. എന്താണെങ്കിലും നിലവിൽ തരൂരിൻ്റെയും ആനന്ദ് ശർമ്മയുടെയൊക്കെ നീക്കങ്ങളെ കൃത്യമായി തന്നെ കോൺഗ്രസ് നിരീക്ഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് പ്രതിനിധി സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുകയും അത്താഴ വിരുന്ന് ഒരുക്കുകയും ചെയ്ത് അതിൽ നിന്നൊക്കെ ആദ്യം പുറത്തു വന്ന ചിത്രങ്ങൾ അത് തരൂരും ആനന്ദ് ശർമ്മയുമായി മോദി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തേക്ക് വന്നത്. അത്തരത്തിലുള്ള ചിത്രങ്ങൾ വന്നതിന് പിന്നിലും ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ട് എന്ന് കോൺഗ്രസ് വിലയിരുത്തുകയും ചെയ്യുന്നു. എന്താണെങ്കിലും കോൺഗ്രസിനകത്ത് വലിയ സംശയങ്ങൾ തരൂരുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോഴും പ്രധാനപ്പെട്ട KC വേണുഗോപാൽ ആകട്ടെ, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെ ആകട്ടെ, രാഹുൽ ഗാന്ധി ആകട്ടെ, അത്തരത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന നേതൃത്വം ഇപ്പോഴും ഈ വിഷയത്തിലൊക്കെ ഒരു മൗനം തുടരുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ഇക്കാര്യത്തിൽ പ്രധാനമായും തരൂർ സ്വയം എക്സ്പോസ് ആകട്ടെ, തരൂർ സ്വയം എന്താണ് എന്ന് അയാൾ തന്നെ തെളിയിച്ചുകൊണ്ട് ഒരുപക്ഷെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോകട്ടെ എന്ന നിലപാട് പാർട്ടിക്കകത്തുണ്ട് എന്നാണ് ദില്ലിയിലൊക്കെ വരുന്നൊരു വർത്തമാനം, ഒരു സൂചനകൾ. അത്തരത്തിൽ അതായത് തരൂർ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ പോകട്ടെ എന്ന നിലപാട് അങ്ങനെയായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ തരൂരിന്റെ അടക്കം നീക്കങ്ങളിൽ വലിയ സംശയം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി അതിനെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ആണെങ്കിൽ പോലും ഈ തരൂർ നടത്തിയ പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നത് കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളല്ല, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പവൻ കേര അല്ലെങ്കിൽ ഉദിത് രാജിനെ പോലെയുള്ള അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, അത്തരത്തിലുള്ള നേതാക്കളാണ് ഈ തരൂരിനെതിരെയൊക്കെ രംഗത്ത് വന്നത്. പ്രധാനപ്പെട്ട നേതൃത്വം അപ്പോഴും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഇതിൽ മൗനമാണ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസ് നിരീക്ഷിച്ചുകൊണ്ട് ഒരു നടപടിയിലേക്ക്, പ്രത്യേകിച്ച് ഈ നേരത്തെ തന്നെ ഈ തരൂരിനോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടുക അല്ലെങ്കിൽ അത്തരം നടപടി ഉണ്ടാവുകയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല എന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ടിൽ പുറത്തേക്ക് വരുന്നത്. കാരണം തരൂർ എന്താ പറയുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് എന്താണെങ്കിലും ഒരു റിപ്പോർട്ട് തേടുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇനിയിപ്പോൾ തരൂരെ മനസ്സ് തുറക്കുമ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തരൂർ BJP-യിലേക്കോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. തരൂർ